പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വീട് ജപ്തി ചെയ്തത് മൂലം രണ്ടാഴ്ചയായി വീട്ടുമുറ്റത്ത് താമസിക്കുന്ന കുടുംബത്തിന് അഭയമൊരുക്കി സേവാഭാരതി. ഹനുമാൻകുന്ന് താന്നിക്കൽ വീട്ടിൽ ഹരികുമാർ പ്രസീത ദമ്പതികളെ 3 പെൺകുട്ടികളെയും ഹരികുമാറിന്റെ വൃദ്ധമാതാവ് വത്സമ്മയും വായ്പാ കുടിശ്ശികയുടെ പേരിലാണ് വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറക്കിവിട്ടത്. ഇവരുടെ ലക്ഷങ്ങൾ മതിക്കുന്ന വീടും പുരയിടവും 2 ലക്ഷം രൂപ വായ്പാ കുടിശ്ശികയുടെ പേരിലാണ് ജപ്തി ചെയ്തിരിക്കുന്നത്. മല്ലപ്പള്ളി ഹൌസിംഗ് സഹകരണ സൊസൈറ്റിയാണ് ഇത് ചെയ്തത്. കുടുംബം സാവകാശം ചോദിച്ചെങ്കിലും നൽകാൻ ബാങ്ക് കൂട്ടാക്കിയില്ല. 2 ആഴ്ചയോളമായി പെരുവഴിയിലായ കുടുംബത്തിന് ഇപ്പോൾ സേവാഭാരതി വാടക വീട് തയ്യാറാക്കി നൽകി. 2 ലക്ഷം രൂപയായിരുന്നു ഇവർ ലോൺ എടുത്തത്. ഇതിൽ 1.4 ലക്ഷം രൂപയും ഇവർ തിരിച്ചടച്ചതാണ്. 2 ലക്ഷം രൂപ വായ്പ എടുത്തതാണ്. 1,45,000 രൂപയോളം അടച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് സ്വർണ്ണ തൊഴിലാളിയായ അദ്ദേഹത്തിന് തൊഴിലില്ലാതെ ഹൃദ്രോഗം ബാധിച്ച് അസുഖ നിലയിലായപ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് ഈ തവണകൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിലാണ് അത്ര കുടിശ്ശിക വന്നത്. ബാങ്ക് ജപ്തി നടപടിയിലേക്ക് വന്നു. 80 വയസ്സോളം പ്രായമുള്ള ഒരമ്മ, അതിൽ 3 പെമ്മക്കൾ, ഇവരെയും കൊണ്ട് ആ വീടിൻ്റെ പരിസരത്ത് ഒരു നീല ഷീറ്റ് വിരിച്ച് ഒരു 6 ദിവസമായി താമസിക്കേണ്ട ഒരു സാഹചര്യം വളരെ നിന്ദ്യവും നീചവും പൈശാചികവുമായ ഒരു പ്രവർത്തനമാണ് ബാങ്കുകാരുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും 5 ലക്ഷം രൂപയ്ക്കടുത്ത് അടച്ചു തീർത്തെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയുള്ളൂ. വളരെ ദാരുണമായ ഒരു സാഹചര്യം നമ്മൾ പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞുകേട്ടാണ് നമ്മളിവിടെ വന്നത്. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ വീട് സന്ദർശിക്കുകയും അവരുടെ സ്ഥിതിഗതികൾ ചോദിച്ച് മനസ്സിലാക്കുകയും അവർക്കൊരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ VNFൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, പേര് മുരളീദാസ് സാഗർ. ഇവിടെ വന്ന് അവരെ നേരിട്ട് കാണുകയും ബാങ്കിൽ ഒക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ബാങ്കുകാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ അവരൊന്നും വിട്ടു പറയുന്നില്ല. അത് ന്യൂസുകളൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണല്ലോ, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അവരുടെ വസ്തുക്കളെല്ലാം ഇപ്പം ബാങ്കിൻ്റെ കസ്റ്റഡിയിലാണ്. അത് അവർ നേരത്തെ എഴുതി ഒപ്പിട്ടതാണല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും കൊള്ളാം, ആ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് അവർക്ക് ഒരു കിടക്കാടമുണ്ടാകേണ്ട വളരെ അനിവാര്യതയാണ്. അവരുടെ വസ്തുക്കൾ വീണ്ടെടുക്കാനുള്ള, ആ വീടും വസ്തു വീണ്ടെടുത്ത് ആ കുടുംബത്തെ സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം എന്തായാലും ഉണ്ടാവണം. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും അവർക്കുണ്ടാവും. അവർക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ വേണ്ടത് ഒരു വീടായിരുന്നു. അതിപ്പോൾ നമ്മുടെ സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ട് അവരിവിടെ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ഞാൻ വന്നു, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കയറി കിടക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി തുടർന്ന് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആ കേസിൻ്റെ നടപടികളെക്കുറിച്ച് നമുക്ക് മുൻകൈയെടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ തുടർന്നുള്ള പഠനം, ഹരികുമാറിൻ്റെ ചികിത്സാ ചെലവുള്ള കാര്യങ്ങൾ, ഈ വീടിൻ്റെ വാടക, അവർക്ക് ദൈനംദിന ജീവിത ചെലവുകൾ കൊണ്ടുള്ള മാർഗ്ഗങ്ങളെല്ലാം ഇനി കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. അതിലൊക്കെ ഉപരി ആ വസ്തുവും വീടും അവർക്ക് വീണ്ടെടുക്കാനുള്ള നടപടികൾ, നിയമ നടപടികളാണെങ്കിൽ അങ്ങനെ, അല്ലാതുള്ള സഹായമാണ്. എന്തിനും VNF എപ്പോഴും ഈ കുടുംബത്തോടൊപ്പം കൂടെ ഉണ്ടാവും.